നമസ്കാരം. NTV അവതരിപ്പിക്കുന്ന യുവർമണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികളെ സംബന്ധിച്ച്, നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ യുവർമണിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓൺലൈൻ തട്ടിപ്പുകളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന തരത്തിൽ ആളുകളെ സമീപിക്കുകയും അത്തരത്തിൽ തട്ടിപ്പുകളിൽ പെടുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെയൊക്കെ പറ്റിയുള്ള കൃത്യമായ ഒരു അവയർനെസ് ആളുകൾക്ക് നൽകുകയുണ്ടായി. ഇന്നും പ്രേക്ഷകരുമായി സംസാരിക്കുന്നതിനും മാർക്കറ്റിനെ സംബന്ധിച്ചും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നതിന് നമ്മളോട് ഒപ്പം യുവർമണിയിൽ ഇന്നും അതിഥിയായി പങ്കെടുക്കുന്നത് ബെർജിയോ ജിജിത്ത് ഫിനാൻഷ്യൽ സർവീസിന്റെ ഫൗണ്ടർ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനും അതോടൊപ്പം തന്നെ യുഎൽ വർഷങ്ങളായി സാമ്പത്തിക വിദഗ്ധനായ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന കെ വി ഷംസുദ്ദീൻ സാറാണ്. സാർ, യുവർമണിയിലേക്ക് സ്വാഗതം. ഒപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് യുവർമണിയിലേക്ക് തത്സമയം വിളിക്കാവുന്നതാണ്. വിളിച്ച് നിക്ഷേപിച്ചിട്ട് ലാഭമൊക്കെ നേടിയ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഒപ്പം തന്നെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും മാർക്കറ്റിനെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുമൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. ഇന്നും ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ് അവസാനിക്കുന്നത്? മാർക്കറ്റ് ഇന്ന് താഴോട്ടാണ്. 80,710 ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 308 പോയിന്റ് താഴോട്ടാണ്. ഇപ്പോൾ ലോകം മുഴുവൻ നടക്കുന്ന പല സംഭവവികാസങ്ങളും ഇതിനൊക്കെ കാരണമായി പോകുന്നുണ്ട് എന്നുള്ളത് വേണം നമുക്ക് കാണാൻ. അതേസമയത്ത് വളരെ യുണീക്കായിട്ടുള്ള രണ്ട് സംഭവങ്ങളുടെ വീഡിയോ എനിക്ക് കാണാനിട വന്നു. ഒന്ന്, ഒരു വിവാഹം നടന്നതിൽ സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റി ആകുമ്പോഴും മഹർ കൊടുക്കും, പെൺകുട്ടിക്ക് മഹറായിട്ട് കൊടുക്കും വിവാഹ നിക്കാഹിൻ്റെ സമയത്ത്. അത് പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ട്. ഒരു വിവാഹത്തിൽ പ്രഖ്യാപിച്ചത് ശരിയ കംപ്ലയൻസ് ആയിട്ടുള്ള 2-3 കമ്പനികളുടെ ഓഹരികളാണ് കൊടുത്തിട്ടുള്ളത്. വേറൊരു വിവാഹത്തിൽ കൊടുത്തിട്ടുള്ള ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ നല്ല ഒരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ട് 96 തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ആ കാലത്ത് വിവാഹ സമയത്ത് ആരെങ്കിലും അന്ന് 10 റുപ്യായിരുന്നു അതിൻ്റെ NAV അന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 388 NAV എന്ന് പറഞ്ഞാൽ 38 ഇരട്ടി ആയി തീർന്നു എന്നർത്ഥം. മറ്റ് ഏതൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും വലിയ ഒരു അഭിവൃദ്ധി നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. 45 വർഷത്തിൽ സ്വർണത്തിന് ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഇരട്ടിയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലൊരു കീഴ്വഴക്കമായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ ശീലമായിട്ട് മാറ്റിയ നല്ല കാര്യമാണ്. പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇങ്ങനെയുള്ളതെല്ലാം. സാധാരണ ഇപ്പോഴ് നമ്മൾ സ്വർണത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ നല്ല അഭിവൃദ്ധിയാണ് സ്വർണത്തിനുണ്ടായിട്ടുള്ളത്. അതേസമയത്ത് 1982 മുതൽ 2006 വരെ സ്വർണത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വ്യതിയാനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ UAE പ്രൈസ് നോക്കുകയാണെങ്കിൽ 1 ഗ്രാമിന് 35 ദർഹം മുതൽ 60 ദർഹം വരെ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ ഒരു പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോഴും മാറി ഇത്രയും ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ളത്. അത്ര ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ള സമയത്ത് അത് അനുഭവിക്കാൻ പലരും തയ്യാറാവുന്നില്ല. ആളുകൾ പ്രതീക്ഷിക്കുക ഇനിയും മേലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അതേസമയത്ത് നല്ല വില കിട്ടുന്ന ഒരവസരമാണ്. ആ സമയത്ത് വിറ്റാൽ നന്നായിരിക്കുമെന്നൊന്നും സാധാരണ ആളുകൾ ചിന്തിക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണം ഒരു എമോഷണൽ അറ്റാച്ച്മെൻറ്റാണ് സ്വർണത്തോടുണ്ടാകുക. അപ്പോൾ സ്വർണം ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അത് ക്രയവിക്രയം ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സമയത്തുണ്ടാകുന്ന ലാഭം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത് മറ്റൊരു കാര്യം, ധാരാളം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൽ എത്ര ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പണിക്കൂലി എന്ന് നമ്മൾ പറയുന്നത്
അത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നൊരു കാര്യമാണ്. തൊഴിലാളികൾക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയത്ത് നമ്മൾ സ്വർണം വാങ്ങിച്ച് ബാങ്കിൽ ലോക്കറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആകെ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഒരുപക്ഷെ കൃത്യമായിട്ട് 2% സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും. അല്ലാതെ അതിൽ നിന്ന് വേറെ ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇതിനെ കാണുകയും ആ നിലയ്ക്ക് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വ്യക്തികൾക്ക് മാത്രമല്ല സമൂഹത്തിനും വലിയ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഒരു വ്യാപാരം എന്നുള്ള നിലയ്ക്കും അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലും നല്ലൊരു കാര്യമാണ്. ഇന്ന് ആ കണ്ട 2 വാർത്തകളും വളരെയധികം പ്രശംസനീയമായിട്ട് തോന്നി. അത് പലരും ഇനിയൊരു ശീലമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മ്യൂച്വൽ ഫണ്ട്സ് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ളതും കൂടെ അതിൻ്റെ അകത്ത്. അതെ, ഇപ്പോഴ് മ്യൂച്വൽ ഫണ്ട് ഓഹരികൾ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ഓഹരികൾ എനിക്കൊരു എൻ്റെ മക്കളുടെ പേരിലേക്കോ അല്ലെങ്കിൽ എൻ്റെ മറ്റേതെങ്കിലും ഗ്രാൻഡ് ചിൽഡ്രൻ്റെ പേരിലേക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഒരു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ ട്രാൻസ്ഫർ ഫോം അതിന് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മളുടെ കയ്യിലുള്ള ഷെയർ അത് ഒരു ചെക്ക് ലീഫ് പോലുള്ള ഒരു ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടും. അതെല്ലാ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കും ഉണ്ടായിരിക്കും. അതുവഴി എൻ്റെ അക്കൗണ്ടിലുള്ള മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് ആ സൗകര്യം ഇല്ല. അതേ സമയത്ത് ഇപ്പം അത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടിനും ആ സൗകര്യം കൊടുക്കണം. ഓഹരികൾക്ക് നൽകാമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ അടിസ്ഥാന ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരികൾ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തിക്കൂടാ എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് സംസാര വിഷയം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വിദൂരമില്ലാത്ത ഭാവിയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് മാറ്റണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് വിറ്റ് ആ പൈസ എടുത്ത് അതെ ആ വ്യക്തിക്ക് കൊടുത്ത് അയാൾ പിന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് നടക്കുന്നത് സാധാരണഗതിയല്ല. പക്ഷേ ഇത് വലിയൊരു സൗകര്യം മാറും. ഓഹരി പോലെ കൈമാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ ഫാമിലി സർക്കിളിൽ തന്നെ മക്കൾക്ക് എല്ലാം അങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ ഈസിയായിട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അത് വരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ എല്ലാ നിക്ഷേപ മാർഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ ഒരു കോപ്പി ഏത് തരത്തിലുള്ള FD ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റു വല്ല ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഗൾഫിലുള്ള ആളുകളാണ് ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ഓഹരിയിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു കോപ്പി നമ്മുടെ നാട്ടിലുള്ള ആരാണോ നമുക്ക് നാട്ടിലുള്ളത്, ഭാര്യയാണോ അല്ലെങ്കിൽ മാതാപിതാക്കളാണോ, അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കണം എന്നുള്ള വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എന്തെല്ലാം നിക്ഷേപമുണ്ടെന്ന് നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ നിർബന്ധമായിട്ട് എല്ലാ തരം ഇൻവെസ്റ്റ്മെൻറ്റിനും ഇന്ന് ഇന്ത്യയിൽ നോമിനേഷൻ വളരെ നിർബന്ധമാണ്. ആ നിർബന്ധമായത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ വേണ്ടപ്പെട്ടവർ അറിയണ്ടേ. ആ അറിയണമെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും മറ്റുള്ള എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ കുടുംബം അറിഞ്ഞിരിക്കണം. എത്രയോ ആളുകൾ പല കമ്പനികളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ബിസിനസ്സിലോ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി പോലും നമ്മൾ നാട്ടിൽ സൂക്ഷിച്ചിരിക്കണം. അല്ലെങ്കിൽ എത്രയോ വലിയ സംഖ്യകളാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തത് തന്നെ. ഒരു ബാങ്കിൻ്റേത് 64,000 കോടി റുപ്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപകർ പിൻവലിക്കാതെ ആളറിയാതെ കിടക്കുന്നത്.
അപ്പോൾ ഒരു ബാങ്കിൽ അത്രയാണെങ്കിൽ മറ്റുള്ള ബാങ്കുകളിൽ എത്ര ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടിക്കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് കോടിയായിരിക്കും. പക്ഷേ ഇതെല്ലാം അത് ചെയ്ത ആളുകളുടെ അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ ഇൻവെസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് നമ്മൾ തയ്യാറാക്കി നമ്മുടെ കുടുംബത്തിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പിയെങ്കിലും എടുത്ത് വെക്കുക. അതുണ്ടെങ്കിൽ ഒരു തരത്തിലും നമ്മളുടെ നിക്ഷേപം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ ആരാണോ ഉള്ളത്, മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മറ്റാർക്കോ അല്ല സഹോദരങ്ങൾക്കോ അവർക്ക് ആർക്കായാലും അത് ലഭിക്കാനുള്ള സൗകര്യം ഉണ്ടായിത്തീരും. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, അത് കാരണം ധാരാളം പണം ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പ്രവാസികളായിട്ടുള്ളവർ ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളത് ചെയ്യാറുണ്ടോ എന്ന്. ഇതെല്ലാം പലതവണ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടും അത് ചെയ്യാത്തവർ ധാരാളമുണ്ട്. അതുകൊണ്ട് വളരെ നിർബന്ധപൂർവം തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ നിക്ഷേപത്തിൻ്റെ സംബന്ധിച്ചുള്ള എല്ലാം ഒരു കോപ്പി നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇപ്പോൾ മാർക്കറ്റ് അല്പം താഴ്ന്നിരിക്കുകയാണ്. ഈ മാർക്കറ്റ് താഴ്ന്ന സമയത്ത് അതിന് മുമ്പും ഉണ്ടായിരുന്ന ഡിഫറൻസ് വെച്ചുകൊണ്ട് ഒരു ചാർട്ട് നമ്മൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചിരുന്നു. അത് വലിയൊരു പാഠമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനത് ഇപ്പോഴും ഫേസ്ബുക്കിൽ കാണാം, എൻ്റെ ഫേസ്ബുക്കിൽ കാണാം. അതിൽ പറയുന്നത്, ഓരോ സന്ദർഭത്തിലും മാർക്കറ്റ് താഴുമ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന മാർക്കറ്റിൻ്റെ വളർച്ച അതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം 86,000 ഇതിനു മുമ്പ് മാർക്കറ്റ് ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും 80,000 എത്തിയിരിക്കുകയാണ് ഇന്ന്. ഇനി ഒരു പക്ഷേ താഴേക്കാം വന്നേക്കാം. പക്ഷേ ഇനി ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ 86,000 കൂടുതലായിരിക്കും ഉയരുക എന്നുള്ള കാഴ്ചയാണ് നമ്മൾ മുൻകാലങ്ങൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 30 വർഷത്തെ അനുഭവങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു, ഓരോ സമയങ്ങളിലും മാർക്കറ്റ് എത്ര താഴ്ന്നു അതിനേക്കാൾ വളരെ ഉയർന്നിട്ട് നമുക്ക് കാണുവാൻ സാധിക്കൂ. താഴ്ചകൾ അധിക സമയത്ത് ഈ 30 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് 42-41% താഴോട്ട് വന്നത് ഉയർന്ന ലെവലിൽ നിന്ന്. പിന്നീട് ഉയർന്ന് മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതേസമയത്ത് ഈ ഒരു പ്രക്രിയ ഓരോ ചാൻസിലും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് വെറും 100 ഉണ്ടായിരുന്ന സെൻസെക്സ് ഇപ്പോൾ 80,000 ആയി മാറിയിട്ടുള്ളത് ഇത്രയും കാലം കൊണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ മാർക്കറ്റ് ഇങ്ങനെ താഴുമ്പോൾ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് അവസരങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ധാരാളം കമ്പനികൾ 52 വീക്സ് ലോ, ഒരു വർഷത്തെ ലോവസ്റ്റ് പ്രൈസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും താഴോട്ട് പോവില്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാൽ തന്നെ ഒരു സാധാരണ മാർക്കറ്റിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പ്രൈസിനേക്കാൾ വളരെ താഴ്ന്നു, അല്ലെങ്കിൽ ഒരു വർഷത്തിലെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് കാണുമ്പോൾ വ്യക്തമായിട്ട് പലർക്കും ഒരു അസസ്മെൻറ്റ് നടത്താൻ സാധിക്കും. ഇത്രയൊക്കെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിക്ഷേപം നടത്തുവാൻ അനുയോജ്യമാണെന്ന് പലപ്പോഴും നമുക്കൊരു തോന്നൽ വരും. അപ്പം അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരു സുവർണ അവസരമായിട്ട് വേണം കാണുവാൻ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് പിന്നീട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു അവസരമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തി എടുത്തിരിക്കേണ്ട തീരുമാനമാണ്. മറ്റുള്ള ഉപദേശങ്ങൾ നോക്കി കാത്തിരുന്നാൽ സാധിക്കില്ല. ഓരോ വ്യക്തികളും അവരൊരു തീരുമാനം എടുക്കണം. ഇത് എനിക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നു, ഈ ലെവലിൽ ഞാൻ ഇറങ്ങിയാൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് കഴിഞ്ഞ കാലത്തെ അനുഭവം വെച്ചുകൊണ്ട് ഓരോ നിക്ഷേപകനും മനസ്സിലാക്കുവാൻ സാധിക്കും.
അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള തീരുമാനം തന്നെ ഇതിൽ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ചെയ്ത് അതിൽ എന്തെങ്കിലും കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഓരോ വ്യക്തിയും മാർക്കറ്റ് മനസ്സിലാക്കി പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അവസരം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മാർക്കറ്റിങ്ങിൽ താഴുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്താണോ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടിയ ബെനിഫിറ്റ്, അതേ ബെനിഫിറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിക്ഷേപം നടത്തുമ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ ധാരാളം ആളുകൾ വസ്തു വാങ്ങിച്ച ആളുകളുണ്ട്, ഭൂമി വാങ്ങിച്ചിട്ടുള്ള ആളുകൾ. അതിനെല്ലാം കൃത്യമായിട്ട് നമ്മളുടെ കരം കൊടുത്തിരിക്കൽ വളരെ നിർബന്ധമാണ്. അത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് വളരെ വൈകിട്ട് ഏതാനും വർഷം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ധാരാളം സമയം നഷ്ടപ്പെടും. എത്രയോ ഡോക്യുമെൻ്റ് വേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ അത് ഫ്ലാറ്റിനായാലും ഭൂമിക്കായാലും എല്ലാം ആവശ്യമാണ്. ഫ്ലാറ്റിനായാലും ലാൻഡ് ടാക്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അത് വളരെ തുച്ഛമായിരിക്കും. ആ തുച്ഛമായ സംഖ്യ ആണെങ്കിലും നമ്മൾ ഓരോരുത്തരും അടച്ചിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ ലാൻഡ് വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വിൽക്കുന്ന സമയത്തോ എല്ലാം നമുക്കത് പറഞ്ഞ സമയത്ത് നടക്കണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചാൽ നടക്കത്തില്ല. അതിന് മുൻകൂട്ടി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് വീഴ്ച വരുത്തിയ ആളുകളാണെങ്കിൽ ചെയ്യേണ്ടത് അത് നേരിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അടക്കുക തന്നെയാണ് വേണ്ടത്. അത് ഒരിക്കൽ ക്യാഷ് പേയ്മെൻറ്റ് നടത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും നമുക്ക് വിദേശത്താണെങ്കിൽ പോലും നമുക്കിവിടെ ഇരുന്നു കൊണ്ട് കരം അടക്കാനുള്ള സൗകര്യം ഇന്ന് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷെ അത് ചെയ്യാത്തതുകൊണ്ട് ധാരാളം ആളുകൾ ബുദ്ധിമുട്ടുന്നതായി എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് പല ആളുകളും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കൽ നന്നായിരിക്കും. അത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് അത് ഏതാണ് നല്ലതെന്ന് പറയാൻ സാധ്യമല്ല. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം പോളിസി എടുത്തിട്ടുള്ള, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തുള്ള വ്യക്തികളെ നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ കാണാൻ സാധിക്കും. അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ സേവനമാണ് ഇതിൻ്റെ മുഖ്യമായ ഘടകം. എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രത്യേകിച്ചും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ സർവീസ് എന്ന് പറയും. 3 തവണ സർവീസാണ് അതിൻ്റെ മുഖ്യ ഘടകം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് യങ് ഏജിലെല്ലാം നമ്മൾ പോളിസി എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം വളരെ കുറവേ വരുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രായമാവും തോറും അതിലുണ്ടാവുന്ന വർധന വളരെ തുച്ഛമേ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് തിരിച്ചു പോയി ഒരു 60 വയസ്സിലൊക്കെ പോയി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലറച്ചുള്ള അസുഖങ്ങളും വല്ലതൊക്കെ ഉണ്ടായെന്ന് വരും. അപ്പോൾ നമ്മുടെ പ്രീമിയം വളരെ ഉയർന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ പോളിസി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വെരി ഹൈ പ്രൈസ് അതിന് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ധാരാളം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. കാരണം പല ആളുകൾക്കും ഒരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിനാണ് അതിനു വേണ്ടി ചിലവ് വരിക. ഒരു 3-4 ദിവസം പോയി ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നാൽ തന്നെ അതിനൊക്കെ വലിയ ചിലവാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് നമ്മുടെ ഫാമിലിക്ക് ഒന്നിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി
സ്ഥാപനങ്ങളുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന. അപ്പോൾ അത് ഏതാണ് ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തി ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്നതുപോലെ തന്നെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്, ഓഹരി, ഇതിനെ പറ്റിയെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ പെൻഷൻ സ്കീമുകൾ വളരെയധികം സഹായകരമായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും. അത് യങ് ഏജിലൊക്കെ ഇവിടെ വരുന്ന ചെറുപ്പക്കാർ വന്ന സമയത്ത് തന്നെ ഒരു പോളിസിയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഗ്രോ ചെയ്യും. അതിൽ നിന്ന് ഒരു കുറേ വർഷം കഴിഞ്ഞാൽ പെൻഷനായിട്ട് സംഖ്യ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര തന്നെ കിട്ടില്ല എങ്കിൽ പോലും ഇതിൽ മറ്റൊരു ഘടകമുള്ളത്, അതിന് പലതും ഇൻഷുറൻസ് കവറേജ് കൂടെ ഉള്ളതാണ്. ആദ്യത്തെ വർഷം നമ്മൾ എത്ര അടക്കുന്നു അതിൻ്റെ 10 ഇരട്ടി നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. അതും വലിയൊരു അനുഗ്രഹമായിട്ട് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ ധാരാളം ആളുകൾക്ക് അത് വളരെ അവരുടെ ഫാമിലിക്ക് വലിയ അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അത് ചേർന്നതിന് ശേഷം യുലിപ്പ് ചേർന്നതിന് 1-2 വർഷം കഴിയുന്ന സമയത്ത് നമുക്കറിയാം ആ സന്ദർഭത്തിൽ എത്രയോ ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അങ്ങനെയുള്ളവർ പലരും ഇങ്ങനെയുള്ള പോളിസി എടുത്തിട്ടുള്ളവരായിരുന്നു. ഞങ്ങളുടെ അടുത്ത് നിന്ന് പോളിസി എടുത്ത പല ആളുകൾക്കും ഞങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഫാമിലിക്ക് അതിൽ നിന്ന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷമായി ജീവിക്കാനുള്ള വരുമാനത്തിനും എല്ലാ മാർഗങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വരുമാനത്തിൽ നിർബന്ധപൂർവം ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഏറ്റവും ചുരുക്കി 20-30% ഓരോ മാസവും മാറ്റിവെക്കുകയും അത് നമ്മൾ പറയാറുള്ള നിരവധി നിക്ഷേപ മാർഗങ്ങളെപ്പറ്റി നിരന്തരം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന മേഖലയിൽ നിക്ഷേപം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ സസന്തോഷം ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം നമുക്കുണ്ടാവും. അതുകൊണ്ട് സസന്തോഷം ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോയവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പല സുഹൃത്തുക്കളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. കാരണം അവർ നിക്ഷേപം നടത്തി ഇപ്പോഴവരുടെ കയ്യിലുള്ള സംഖ്യയിൽ നിന്ന് SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ അവർ നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൾഫിൽ ജീവിക്കുമ്പോൾ അവർ നാട്ടിൽ എത്ര പണം അയച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന നിരവധി ആളുകളുണ്ട് എന്നുള്ളത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സമയം ഏകദേശം ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമ്പറിലും ഞങ്ങളുടെ ഓഫീസ് നമ്പറിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ നമ്പറുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക, വേണ്ട സമയത്ത് അത് ഉപയോഗപ്പെടുത്തുക. താങ്ക് യു. അപ്പം സാർ സൂചിപ്പിച്ചതുപോലെ നിർബന്ധമായും സ്ഥിരമായി എല്ലാ എപ്പിസോഡുകളിലും പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നിർബന്ധമായും കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുക അത് നിക്ഷേപമാക്കി മാറ്റുക. ഇവയിൽ നിന്നും പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലെത്തിയാൽ അത് ഒരു മാസ വരുമാനം എന്ന രീതിയിൽ ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയുന്ന രീതിയിൽ അതൊരു സുസ്ഥിര വരുമാനമായി മാറുകയും ചെയ്യും. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് സാർ സൂചിപ്പിച്ചത്. മാർക്കറ്റും മ്യൂച്വൽ ഫണ്ട്സും, ഓഹരി വിപണിയും മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ആളുകൾ എടുത്തുകൊണ്ട് ചെറിയ വരുമാനക്കാരും അത് വലിയൊരു ലാഭമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കുക. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്കറ്റിലുണ്ടാകുന്ന നിരവധി തട്ടിപ്പുകൾ അതിലൊന്നും പെടാതെ കൃത്യമായി നല്ലൊരു നിക്ഷേപ രീതി തിരഞ്ഞെടുക്കാനും ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ള നിർദ്ദേശം കൂടിയാണ് സാർ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെർച്വൽ ജിത്തുമായി ബന്ധപ്പെടാൻ, നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിക്ഷേപിച്ച് സംശയങ്ങളുള്ള ആളുകൾ ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. സ്ക്രീനിൽ നമ്പർ നൽകിയിട്ടുണ്ട് 05064678001. ഒപ്പം ദുബായ്, അബുദാബി, ഷാർജ ഓഫീസുകളുടെ നമ്പർ കൂടി സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ kvshams@gmail.com എന്ന ഇമെയിൽ ID കൂടി നൽകിയിട്ടുണ്ട്. ഇതിലും ഇമെയിൽ അയച്ചാലും കൃത്യമായ മറുപടി അതിന് പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്.
ഇന്നും നമ്മളോടൊപ്പം ഈ വിലപ്പെട്ട സമയം അതിഥിയായി പങ്കെടുക്കുകയും പ്രേക്ഷകർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് യുഎയിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും അതോടൊപ്പം തന്നെ ബെർജിയോൾ ജിജിത്ത് ഫിനാൻഷ്യൽ സർവീസിന്റെ ഫൗണ്ടർ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായിരിക്കുന്ന കെ വി ഷംസുദ്ദീൻ സാറാണ്. സാർ, യുവർമണിയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു. നമുക്ക് യുവർമണിയുടെ പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.